നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എടാ, ഞാൻ കളിയാക്കി ചിരിച്ചതൊന്നും അല്ല. നിന്റെ സംസാര രീതി കണ്ടപ്പോ ചിരിച്ചതല്ലേ. അമ്മേ, ഇപ്പൊ മായ ഇരിക്കുന്ന കളിയാക്കിയല്ലേ? ചേടാ, ഇത് കൊള്ളാം. ചിരിക്കാനും പാടില്ലേ? സേതുവേട്ടാ, ഞാനും അമ്മയും ചിരിച്ചതേ സേതുവേട്ടനെ കളിയാക്കിയിട്ടൊന്നും അല്ല. ആ എടാ, നീ പിണങ്ങാതെ. എന്തോ സേതുവേട്ടാ, സത്യമായിട്ടും കളിയാക്കി ചിരിച്ചതല്ല. സേതുവേട്ടൻ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അത് ആഗ്രഹം കൊണ്ടായിരിക്കത്തില്ലേ? പിന്നെ ആഗ്രഹമില്ലായിരിക്കും മായ. മോനെ, നിന്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കും. ദേ നോക്ക്, അമ്മ പ്രാർത്ഥിക്കാം. സത്യം. അമ്മേ, അമ്മേ, ഒരുപാട് ആഗ്രഹിച്ചാലേ കുറച്ചെങ്കിലും നേടാൻ പറ്റത്തുള്ളെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് മുറികളുള്ള ഒരു വീട് വെക്കണമെന്ന് പറഞ്ഞത്. എന്നാലല്ലേ 2 മുറികളെങ്കിലും ഉള്ള ഒരു വീട് വെക്കാൻ പറ്റത്തുള്ളൂ. അമ്മേ, അമ്മ നോക്കിക്കോ, ഉറപ്പായിട്ടും ഞാനൊരു വീട് വെക്കും. മായേ, വേറെ ആർക്കും മുറിയില്ലെങ്കിലും എൻ്റെ അമ്മയ്ക്ക് ആ വീട്ടിലൊരു മുറി ഉണ്ടാവും. സേതുവേട്ടൻ കളി പറഞ്ഞു പറഞ്ഞ് അമ്മയെ കരയിപ്പിക്കാനുള്ള പുറപ്പാടാണോ? ഇല്ല മായ, ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു ചെറിയൊരാഗ്രഹം പറഞ്ഞതാണ്. അമ്മേ, ഇനി അമ്മ പറ, എൻ്റെ ആഗ്രഹം നടക്കുവോ? നടക്കും മോനെ. നിന്റെ ഈ ആഗ്രഹങ്ങൾ നടന്നില്ലെങ്കിൽ പിന്നെ എന്ത് നടക്കാനാ? ഈശ്വരൻ എത്രയും വേഗം എന്റെ മോൻ അതിനുള്ള ഭാഗ്യം തരട്ടെ. എന്നെ നേരത്തെ ഭാമ വിളിച്ചായിരുന്നു. ഞാനൊന്ന് പോയിട്ട് വരാം. സേതുവേട്ടന്റെ വാക്കുകള് അമ്മയുടെ ഹൃദയത്തിലാ തട്ടിയെ. സത്യം പറഞ്ഞാ എനിക്കും കേട്ടപ്പോ ഫീലായി. ചില ആഗ്രഹങ്ങളൊന്നും മനസ്സിലൊളിപ്പിക്കാൻ പറ്റത്തില്ല മായ, അതിങ്ങനെ ശബ്ദങ്ങളായിട്ട് പുറത്തു വരും. മഹാമായി, ഭാവനയ്ക്ക് ഒരു ആപത്തും വരാതെ കാത്തോളണേ. ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നെ എൻ്റെ മോൾക്ക് നൽകണേ. അമ്മേ, മഹാമായി, എല്ലാ ദുരിതങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും എൻ്റെ കുടുംബത്തെ നീ കാത്തോണേ. ഒന്ന് നിൽക്കണേ. മോളാണല്ലേ? അതെ.
മോളുടെ കൈയൊന്ന് നോക്കുന്നോ? വേണ്ട, എനിക്കിതുപോലുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. മുഖത്ത് തെളിഞ്ഞത് സത്യമാണോന്ന് അറിയാനാണ് കൈ നോക്കണോന്ന് പറഞ്ഞത്. ഒന്നും തോന്നരുത്. ഈശ്വരനപ്പുറം മറ്റൊരു മുൻവിധിയിലും ഞാൻ വിശ്വസിക്കുന്നില്ല. അമ്മ, ഇവർക്ക് എന്തെങ്കിലും കൊടുത്തേക്ക്. വേണ്ട, വെറും കാശിനു വേണ്ടി മാത്രമാണ് ഞാൻ മുഖലക്ഷണവും കൈരേഖശാസ്ത്രവും പറയുന്നതെന്ന് കുട്ടിയോട് ആരാ പറഞ്ഞത്? എന്റെ ജീവിതത്തിൽ ഞാൻ ആരെയും നിർബന്ധിച്ച് കൈരേഖയോ മുഖലക്ഷണമോ പറയാറില്ല. പക്ഷേ കുട്ടി കടന്നുപോയപ്പോ കണ്ടത് പറയണമെന്ന് തോന്നി. പതിവില്ലാത്ത ഈ ദേവീ ദർശനം പോലും അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ലേ ചെയ്തത്. അമ്മയുടെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെ ബലം കൊണ്ടും അച്ഛനെന്ന പുണ്യാത്മാവിന്റെ കാവൽ കൊണ്ടും മരണത്തിന്റെ കയ്യിൽ നിന്നും പലവട്ടം തിരിച്ചു വന്ന മോളല്ലേ. ഇനി പൊക്കോളൂ. ഒരു നിമിഷം, നീ കൈ കൊടുക്കുമോളെ. എന്താ പറയുന്നേന്ന് നോക്കാം. മോളെ, എന്നെ പോലുള്ളവർ ഒരിക്കലും മുൻവിധി പറയാറില്ല. ഞങ്ങൾക്ക് അതിനുള്ള അറിവോ അധികാരമോ ഈശ്വരൻ തന്നിട്ടില്ല. പക്ഷേ മുന്നറിയിപ്പ് തരും. അത് ഞങ്ങളുടെ നാവിലേക്ക് ഈശ്വരൻ പകർന്നു തരുന്നതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മോളെ കണ്ടപ്പോ ഇങ്ങനെയൊക്കെ പറയണമെന്ന് തോന്നി. ക്ഷമിക്കണം, ഞാൻ ധിക്കരിച്ചതോ കളിയാക്കിയതോ ഒന്നുമല്ല. എനിക്ക് താല്പര്യമില്ലാത്തോണ്ട് പറഞ്ഞതാ. ആ, ഇങ്ങനെയൊക്കെയല്ലേ വിശ്വാസം വരുന്നത്. മോളൊരു അമ്മയാകാൻ പോവുകയാണല്ലേ. ഇത് മോളുടെ രണ്ടാമത്തെ കുഞ്ഞാണല്ലേ? അതെ. അതെങ്ങനെ മനസ്സിലായി? ആ ചോദ്യത്തിന് പ്രസക്തിയില്ല അമ്മേ. മനസ്സിൽ തോന്നിയത് പറയുന്നു എന്ന് മാത്രം. ആദ്യം വന്നുപോയത് മോളായിരുന്നു. ചില ദുഷ്ടശക്തികൾ ആ പിഞ്ചു കുഞ്ഞിനെ നശിപ്പിച്ചു അല്ലേ? അവരിപ്പോഴും മോളുടെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ. ഇനിയും പല രീതിയിലുള്ള ആക്രമണ സ്വഭാവം ഉണ്ടാകും. സൂക്ഷിക്കണം. മോളെ, ദൈവവും ചെകുത്താനും നന്മയും തിന്മയുമെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ളതാ. ദൈവത്തിന്റെ ലക്ഷ്യം ചെകുത്താനെ ഉന്മൂലനം ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യം തിന്മയെ ഉന്മൂലനം ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് ഒന്ന് നിസാരമായി കാണരുത്. കുട്ടിക്ക് ചുറ്റും കഴുകക്കണ്ണുകളുമായി
ഇപ്പോഴും ചില ദുഷ്ടശക്തികളുണ്ട്. പ്രാർത്ഥന മുടക്കണ്ട, വഴിപാടുകളും. ഈശ്വരൻ രക്ഷിക്കട്ടെ.